കാലിക്കറ്റ് സർവകലാശാല വിസി നിയമനവുമായി ബന്ധപ്പെട്ട സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് കൺവീനർ പിന്മാറി. ചാൻസലറുടെ പ്രതിനിധിയായ ഡോക്ടർ ഇലുവാത്തിങ്കൽ ജിമ്മീസ് ആണ് പിന്മാറിയത്. നേരത്തെ സർവകലാശാല പ്രതിനിധിയെ സാബുവും പിന്മാറിയിരുന്നു. ഇനി UGC പ്രതിനിധികൾ മാത്രമാണ് സെർച്ച് കമ്മിറ്റിയിൽ അവശേഷിക്കുന്നത്. ഗോപാൽ ശീലാസനൽ നമുക്കൊപ്പം. ഗോപാൽ ശീലാസനൽ, എന്തുകൊണ്ടാണ് ഈ പിന്മാറ്റം എന്നുള്ള കാരണങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ട്? ആ തരത്തിലേക്കുള്ള ഒരു വിശദമായ വിവരങ്ങളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, കാലിക്കറ്റ് സർവകലാശാല VC നിയമനം വലിയ തരത്തിലേക്കുള്ള പ്രതിസന്ധിയിലേക്ക് പോകുന്നു. ഇപ്പോഴത്തെ ഈ നടപടി, അതായത് ഡോക്ടർ ഇലവാതിങ്കൽ ജിമ്മീസ് ആണ് പിന്മാറിയത്. അദ്ദേഹം ചാൻസലറുടെ, ഗവർണറുടെ പ്രതിനിധിയായി സെർച്ച് കമ്മിറ്റിയിൽ നിയമിക്കപ്പെട്ട ആളാണ്. ഇതോടുകൂടി തന്നെ ചാൻസലർക്ക് വലിയ തിരിച്ചടിയാണിത്. സർക്കാരിനെ എതിരിട്ട് സർക്കാർ നയത്തിന് വിരുദ്ധമായി സ്വന്തം നിലയ്ക്ക് ചാൻസലർ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുകയും പിന്നീട് ഈ വിജ്ഞാപനമടക്കം VCമാരുടെ അപേക്ഷ അടക്കം ക്ഷണിച്ചുകൊണ്ട് വിജ്ഞാപനമടക്കം പുറത്തിറക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അടക്കം പരസ്യമായി രംഗത്ത് വന്നതുമാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ചാൻസലറുടെ പ്രതിനിധിയായ ഡോക്ടർ ഇലവാതിങ്കൽ ജിമ്മീസ് ഈ സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് പിന്മാറിയിട്ടുള്ളത്. ഇദ്ദേഹമായിരുന്നു ഈ സെർച്ച് കമ്മിറ്റിയുടെ കൺവീനറായി നിയമിക്കപ്പെട്ടതും. ബാംഗ്ലൂർ IITയിലെ മുതിർന്ന പ്രൊഫസറായ ഇദ്ദേഹത്തിന്റെ പ്രവൃത്തി പരിചയവും അക്കാദമിക് പിൻബലവും വെച്ചാണ് ഇദ്ദേഹത്തെ ഇതിന്റെ കൺവീനറായി ചുമതലപ്പെടുത്തിയത്. ഇദ്ദേഹം കൂടി പിന്മാറിയതോടുകൂടി തന്നെ ഇനി UGC പ്രതിനിധി മാത്രമാണ് ഈ സെർച്ച് കമ്മിറ്റിയിൽ ബാക്കിയായി ശേഷിക്കുന്നത്. നേരത്തെ സർവകലാശാല സെനറ്റ് പ്രതിനിധിയായി തെരഞ്ഞെടുത്ത ഡോക്ടർ സാബുവും പിന്മാറിയിരുന്നു. ഇതോടുകൂടി തന്നെ 3 അംഗ സെർച്ച് കമ്മിറ്റിയിൽ ഇനി ഒരാൾ മാത്രമായി ചുരുങ്ങും. അതും സെർച്ച് കമ്മിറ്റിയുടെ കൺവീനർ ഇല്ല, പ്രധാനപ്പെട്ട ചുമതല വഹിക്കേണ്ട സെനറ്റിന്റെ പ്രതിനിധിയില്ല, പകരം UGCയുടെ ഒരു പ്രതിനിധി മാത്രമായി ഈ സെർച്ച് കമ്മിറ്റി. ശരി, ഗോപാൽ ശീലാസനലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. സെർച്ച് കമ്മിറ്റി കൺവീനറും പിന്മാറിയിരിക്കുകയാണ്. ആലപ്പുഴ